ഹലോ എവരിവൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ റോൾ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിനായി ഹോൾ ഗ്രെയിൻ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ റോൾ. ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്, ടേസ്റ്റിയാണ്. അതിനായി കുക്കർ എടുക്കുക, അതിൽ ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുക്കാം. വെന്ത ചിക്കനിലെ എല്ലാം മാറ്റി കളയാം. ഈ സമയത്ത് 4 കപ്പ് ഗോതമ്പ് പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് കുഴച്ച ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യാം, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം ചൂടുള്ള പാനിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചിയും 1 സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നമുക്ക് സവാളയ്ക്ക് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം, ബോണൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. വേവിച്ചെടുക്കാണ്ട് വേറെ പാനിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇടാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഞാൻ ഉപ്പിട്ട് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിത് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ക്യാബേജ് വല്ലാണ്ട് അങ്ങ് കുക്കാക്കുന്നില്ല, അതുകൊണ്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലോട്ട് കുറച്ച് പൊടി തൂവുക. എന്നിട്ട് ബോളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബോൾ ഷേപ്പിൽ നമുക്ക് റോളാക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ നീളത്തിൽ ഒരു റോളാക്കാണ് ചെയ്യുന്നത്. ഇത് ആവശ്യത്തിന് മാത്രം തിക്നെസ് മാവിന് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് അതിലോട്ട് ഫില്ലിങ് ചെയ്ത് നമുക്ക് ഓരോന്നും മാറ്റി വെക്കാം. മാറ്റി വയ്ക്കുമ്പോൾ ആ പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കും. ഇനി ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ബ്രെഡ് ക്രംസ് എടുക്കുക, അതിലോട്ട് ഒറിഗാനോ കുറച്ച് ഇട്ട് കൊടുക്കാം, ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ശേഷം ഇത് ആദ്യം മുട്ടയിൽ മുക്കുന്ന ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് പൊരിച്ച് കോരാൻ പറ്റും. ഇങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊന്നും ഇടാണ്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഓവനില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ബ്രെഡ് ക്രംസിൽ ഇതിലൊക്കെ മുക്കിയിട്ട് പൊരിച്ചു വരുന്നു. അല്ലാണ്ട് ഡയറക്റ്റായിട്ടും പൊരിച്ചു വരാം, ഒരു പ്രശ്നമില്ല. ഇത് ഒന്നും കൂടി കണ്ണിനും രസമാണ്, മുകളിൽ കുറച്ചും കൂടി ക്രിസ്പി ആയി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ചെറുതായി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് കോരിയിട്ട് ഇതെന്ത് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റിയാണ്. ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. ഈ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇത് 3 രീതി കഴിക്കാം. അതായത് ബ്രെഡ് ക്രംസിൽ മുക്കാണ്ട് ഡയറക്റ്റായിട്ട് പൊരിച്ചു കോരാം, ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.